പാഠം 1. ക്രിസ്തു അധിഷ്ഠിത യുവത്വം. ഒന്നാമത്തെ ചോദ്യം, എന്താണ് യുവത്വം? ഉത്തരം: ബാല്യകൗമാരം പിന്നിട്ട് വരുന്ന ജീവിത അവസ്ഥ. 2. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവ സാന്നിധ്യം ആരിലൂടെയാണ് ലോകത്തിന് ലഭ്യമായത്? ഉത്തരം: യേശുവിലൂടെ. 3. യേശുവിൻ്റെ വ്യക്തിത്വം ഏത്? ഉത്തരം: ദൈവമനുഷ്യ വ്യക്തിത്വം. 4. ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും അന്വേഷിക്കുന്ന യുവജനങ്ങൾ സ്വായത്തമാക്കേണ്ട ജീവിതശൈലി ആരുടേത്? ഉത്തരം: യേശുവിൻ്റെ. 5. യുവജനങ്ങൾക്ക് യേശുവിൻ്റെ സാക്ഷികളാകാൻ എന്തൊക്കെ മുഖമുദ്രകൾ വേണം? ഉത്തരം: നന്മയും കരുണയും സ്നേഹവും. 6. ഒരു വ്യക്തിയിൽ സ്വാതന്ത്ര്യം രൂപപ്പെടുന്നത് എപ്പോൾ? ഉത്തരം: യുവത്വത്തിൽ. 7. എന്താണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ പടിവാതിലെന്ന് യുവജനങ്ങളുടെ വിശ്വാസം? ഉത്തരം: സ്വയം നിർണയാവകാശം, അതായത് സെൽഫ് ഡിറ്റർമിനേഷൻ. 8. അനന്തമായ സാധ്യതകളുടെ കാലം. ഉത്തരം: യുവത്വം. 9. എന്തു ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നത്? ഉത്തരം: സ്വാതന്ത്ര്യം. 10. ഇന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി തീർന്നിരിക്കുന്നത് എന്ത്? ഉത്തരം: സ്വാർത്ഥത. 11. എല്ലാം വെട്ടിപ്പിടിക്കാനായി ജീവിതം വ്യയം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്തെല്ലാം? ഉത്തരം: അടിസ്ഥാന സത്യങ്ങളും മൂല്യങ്ങളും. 12. ഇന്നത്തെ യുവജനങ്ങളെ സാരമായി ബാധിക്കുന്ന പ്രശ്നം? ഉത്തരം: നിരാശാബോധം. 13. യുവജനങ്ങളുടെ ജീവിത മേഖലകളെ സാരമായി ബാധിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം: മൂല്യച്യുതി. 14. യുവജനങ്ങളുടെ മുൻപിലുള്ള വലിയ വെല്ലുവിളി? ഉത്തരം: സാമൂഹിക പശ്ചാത്തലം. 15. ആകർഷകവും പ്രചോദനാത്മകവുമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ? ഉത്തരം: യേശു. 16. യേശുവിനെ അടുത്തറിയുവാൻ എന്ത് ആവശ്യമാണ്? ഉത്തരം: യേശുവുമായി വ്യക്തിപരമായ കണ്ടുമുട്ടൽ. 17. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൂടെ വെളിപ്പെടുന്നത് എന്തിൻ്റെ യേശുരൂപമാണ്? ഉത്തരം: പ്രമാണങ്ങളുടെ. 8. യേശു ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ളത് ആര്? ഉത്തരം: വിശുദ്ധ പത്രോസ്ലീഹ. 19. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ആര്? ഉത്തരം: ക്രിസ്തു. 20. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. റഫറൻസ് എഴുതുക. ഉത്തരം: വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 27-ാം വാക്യം. 21. ആദ്യത്തെ ക്രിസ്തു വിജ്ഞാനീയ പ്രസ്താവന നടത്തിയത് എവിടെ വച്ച്? ഉത്തരം: കേസറിയായിലെ ഫിലിപ്പിയിൽ. 22. യേശുവിൻ്റെ അമൂല്യമായ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന വചനം? ഉത്തരം: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. 23. ലോക ചരിത്രത്തെ രക്ഷാകരമാക്കിയ മനുഷ്യാവതാരം ആരുടെ? ഉത്തരം: യേശുവിൻ്റെ. 24. മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത ആരിലൂടെയാണ് ലോകത്തിന് നൽകിയത്? ഉത്തരം: യേശുവിലൂടെ. 25. മനുഷ്യ ജീവിതത്തിന് തനിമയാർന്ന അസ്തിത്വബോധവും ജീവിത സാധ്യതകളും കണ്ടെത്താൻ കഴിയുന്നത് ആരിലൂടെയാണ്? ഉത്തരം: യേശുവിലൂടെ. 26. ക്രൈസ്തവ പ്രമാണങ്ങളിൽ സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനശാഖ? ഉത്തരം:
ക്രിസ്തുവിജ്ഞാനീയം. 27. ക്രിസ്തുവിജ്ഞാനീയത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഉത്തരം: യേശു എന്ന വ്യക്തി. 28. ക്രിസ്തീയതയുടെ അടിസ്ഥാന ദർശനം. ഉത്തരം: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. 29. ലോക ചരിത്രത്തെ രക്ഷാകര ചരിത്രമാക്കി പരിവർത്തനം ചെയ്ത വ്യക്തി. ഉത്തരം: യേശു. 30. യേശുവിൻ്റെ രക്ഷാകര ചരിത്രം പൂർണ്ണമാക്കുന്നത് എന്തിലൂടെയൊക്കെയാണ്? ഉത്തരം: യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം. 31. ദൈവം മനുഷ്യനായത് എന്തിന്? ഉത്തരം: മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ. 32. മനുഷ്യാവതാരം എന്ന കൃതി എഴുതിയത് ആര്? ഉത്തരം: വിശുദ്ധ അഗസ്തീനോസ്. 33. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ യുവത്വം കൈവരിക്കുന്നത് എപ്പോൾ? ഉത്തരം: യേശുവിൻ്റെ രക്ഷാകര ശക്തി ഉൾക്കൊള്ളുമ്പോൾ. 34. ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ആപ്തവാക്യം. ഉത്തരം: ക്രിസ്തുവാധിഷ്ഠിത യുവത്വം. 35. യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് യുവജനങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞത് ആര്? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ.